പിതാവ് ആണ്. ബഹുമാനപ്പെട്ട ദേവമാത പ്രയോജനറാൻ ഫാദർ ജോസ് പന്തപ്പാത്തൊടിയിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കട പിതാവ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവിന്റെ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഷാജു വലിയവറിൽ അനുവാദം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദേവമാത പ്രയോജനറാൻ ഫാദർ ജോസ് പന്തപ്പാത്തൊടിയിൽ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ പോൾ അച്ചാനി അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയോർ സെന്റ് തെരേസാസ് ആശ്രമം കോട്ടക്കൽ ഫാദർ ആന്റണി പർവ്വതച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അമ്പലക്കാട് കൊറോന വികാരി ബെനി ഫാദർ ജോസ് മഞ്ഞളച്ചനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് കാച്ചപ്പള്ളി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട CMC പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ്മേരി സിസ്റ്ററെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സർവ്വരെയും ജാതിമത വർഗഭേദമന്യേ കാലാവസ്ഥ നോക്കാതെ രണ്ട് കൈയും നീട്ടി വിരിച്ചു പിടിച്ച് തുറന്ന ഹൃദയവുമായി നിൽക്കുന്ന തിരുഹൃദയത്തിന്റെ മുൻപിൽ ശിരസ് നമിക്കുകയാണ്. ഈശോയുടെ ഹൃദയം എല്ലാവരെയും സ്വാനാൻ പറഞ്ഞതുപോലെ എന്നും എപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിരുനാൾ ദിനങ്ങളിൽ ഈശോയുടെ ഹൃദയത്തിന്റെ കയ്യിൽ ഒരു വെളിച്ചമാലയും കൂടിയുണ്ട്. എല്ലാവരെയും വരുന്നവരെല്ലാവരെയും സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ ഈശോയുടെ തിരുഹൃദയം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യ പിതാവ്, ഈ ഇന്ന് ഒരു വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. സാധാരണ പറയുന്ന സന്തോഷമില്ല, വാക്കുകളില്ലാത്ത സന്തോഷം. അതിന് പ്രചോദനമേകിയത് യേശുവിന്റെ ഹൃദയത്തോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അഭിമന്യ പിതാവിന്റെ പ്രോത്സാഹനവും സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. അഭിമന്യ പിതാവിന്റെ വിജയം പള്ളിയുടെ കാര്യം ചോദിച്ചപ്പോൾ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടെ, സാധാരണ പള്ളിക്കാരെയൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം, പണിയുമ്പോൾ അതിൻ്റെ കർഷകശേഖരി ഉണ്ടാകും, പിന്നെ സന്യാസപാലത്തിന് പള്ളി വളർന്നുള്ള പ്രത്യേകതയുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പിതാവ് പറഞ്ഞതുപോലെ ഏകമനസ്സോടെ എല്ലാവരും, സഭയും സന്യാസഭയും ആശ്രമവും ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും ഈ ഇടവകയിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ പ്രവർത്തിച്ച് ഫലമാണ് ഈ ദേവാലയം ഇന്നിവിടെ മനോഹരമായി നിൽക്കുന്നത്. അതിന് ഏറ്റവും പ്രചോദനമേകിയത് പിതാവിന്റെ ഇടയ സന്ദർശനമാണ്. എല്ലാവിധ ആത്മീയ മാനസിക ബാഹ്യ പിന്തുണ നൽകിയ അഭിമന്യ പിതാവിനെ എല്ലാവരുടെയും പേരും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട ജനറൽ
അദ്ദേഹത്തിന് ഒട്ടും ഔദ്യോഗികത ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ ഫോണിലാണ് ഞാൻ വിളിച്ചത്. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യേകം സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോത്സാഹൻ കണ്ടാല് ഒരു ചമാസനായിട്ട് എല്ലാവരുടെയും പേരിൽ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ റോസ്മേരിയെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വർഗീസേട്ട ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മുൻഗാമിയാണ് ബഹുമാനപ്പെട്ട ആനന്ദി കാർബനസ്. അദ്ദേഹം ഇവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ അവകാശം ഇവിടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് പ്രസിഡന്റ് ജോസഫ് പ്രസിഡന്റ് മിഷണറിമാരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ മത ഐക്യ വേദിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ തിരുഹൃദയത്തിൻ്റെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഫാദർ ജോസ് പൊന്തക്കുളത്തൊടിയിൽ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സന്തോഷാവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹാർദമായിട്ട് അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇവിടെ കേട്ടതുപോലെ അഭിനന്ദ പിതാവിന്റെ പിന്തുണയും പ്രോത്സാഹനവും, അതുപോലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഷാജു വലിപ്പുറപ്പച്ചന്റെ നേതൃത്വം, ബഹുമാനപ്പെട്ട ബിജു അച്ഛന്റെയും, അതുപോലെ ഇവിടെയുള്ള ഈ ഇടവകയിലെ ട്രസ്റ്റിമാരുടെയും അതുപോലെ മറ്റ് സഹോദരങ്ങളുടെയും സുശക്തമായ സപ്പോർട്ട്, ഇതെല്ലാം വഴിയായി അതിമനോഹരമായ ഒരു ദേവാലയം ഇവിടെ പണിതിരിക്കുകയാണ്. പിതാവിനും ഷാജി വച്ചനും അതുപോലെ മറ്റു ഭാരവാഹികൾക്ക് എല്ലാവർക്കും നല്ല ഒരു റൗണ്ട് കൈയടി ഇപ്പോൾ കൊടുക്കാമോ? മുഖ്യ പ്രഭാഷണത്തിനുമായി ഇരിങ്ങാലക്കുട രൂപതയെ കൂടുതൽ ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട രൂപത മേലധ്യക്ഷൻ റവറന്റ് ഡോക്ടർ പോളി കണ്ണുകാളം പിതാവിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനെക്കൊണ്ട് നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ ഷാജി അച്ഛനെ അഭിനന്ദിക്കുകയാണ്. കാരണം അച്ഛൻ്റെ ശാന്തപ്രകൃതിയുമാണ്, അച്ഛൻ്റെ വലിയ വിശാലമായിട്ടുള്ള വീക്ഷണവും ശാന്തപ്രകൃതിയും നല്ല ആത്മീയ ചൈതന്യവുമാണ് എനിക്ക് തോന്നുന്നു അത്ഭുതങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. അതിന് ഷാജി അച്ഛനെ അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇടത്തൻ അച്ഛനും ബിജു അച്ഛനും ഒക്കെ
കൂടെ നിന്ന് നല്ല സഹകരണം കാഴ്ചവെക്കുകയായിരുന്നു. അതുകൊണ്ട് ഷാജുവച്ചനും വളരെ എളുപ്പമായി കാര്യങ്ങൾ നിങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യാനായിട്ട് ഞാൻ അവരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഞാൻ ഈ ഇടവയിൽ കുറേ പേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇതിനെ കണ്ട് ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞത് നല്ല മനോഹരമായ ദേവാലയം ഉണ്ടാക്കി കഴിഞ്ഞു. യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ യേശുവിന്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തും നിങ്ങൾ കൊച്ചു കൊച്ചു ദേവാലയങ്ങൾ നിങ്ങളുടെ നന്മ പ്രവർത്തികൾ വഴിയായിട്ട് ചെയ്യണം. അപ്പോൾ സ്നേഹഗിരി കൂടുതൽ സ്നേഹഗിരിയായിട്ട് വളരാൻ കഴിയും. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, പുതുവർഷത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഷാജുവച്ചന്റെ നേതൃത്വത്തിൽ വളരെ ശാന്തമായി ഒപ്പം അതിഗംഭീരമായി നമ്മുടെ ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. സൂചിപ്പിച്ചതുപോലെ 260 വരെ വീടുകൾ മാത്രമുള്ള ഈ സ്നേഹഗിരി ഇടവക സമൂഹം അവരുടെ ആത്മാർത്ഥമായ കൂട്ടായ സഹകരണം കൊണ്ട് ആ വിശ്വാസ തീഷ്ണതയാണ് ജ്വലിച്ച് തങ്ങളുടെ വിശ്വാസ പ്രഘോഷണത്തിന് വേണ്ടിയുള്ള ഈ ദേവാലയം അത് ഏറ്റവും മനോഹരമാക്കി തീർക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അക്ഷീണം യത്നിച്ചു. എല്ലാവരെയും, ബഹുമാനപ്പെട്ട ഷാജുവച്ചനെയും നിർമ്മാണ കമ്മിറ്റിയെയും കൈക്കാരന്മാരെയും മറ്റു ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹവും മാധ്യസ്ഥവും നിങ്ങളുടെ മേൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അവരിൽ പ്രമുഖരായ ഏതാനും പേർക്ക് ഇടവകയുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നു. 300 പേർ ദേവാലയങ്ങളിൽ നിർമ്മിച്ച് ചരിത്രതാളുകളിൽ ഇടം നേടുന്ന നമ്മുടെ ഇടവകാംഗം കൂടിയായ ശ്രീ ഡേവിസ് ആന്റണിയാണ് നിർമ്മാണ പ്രവർത്തകരുടെ ആർക്കിടെക്ടർ എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. പുതിയ ദേവാലയത്തിനനുസൃതമായ അൾത്താര ഡിസൈൻ ചെയ്ത് അതിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച് മനോഹരമാക്കിയ പ്രിയപ്പെട്ട ജോസ് ആന്റണി തന്റെ ജന്മസിദ്ധമായ കലാവൈദഗ്ധ്യം ഇടവകയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളായ രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് ബഹുമതി സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 7 മാസക്കാലം രാപ്പകൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് യത്നിച്ച സൂപ്പർവൈസർ ശ്രീ സ്റ്റെനിസ്ലാവോസ് പരുത്തിപ്പള്ളിയുടെ സേവനങ്ങൾ ഏറെ ബലപ്പെട്ടതും മറക്കാനാവാത്തതുമാണ്. ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിവിൽ വർക്കുകളുടെ ചുമതല നിർവഹിച്ച ശ്രീ ജോൺസൺ മേനഡോ, സീലിംഗ് വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിയ ശ്രീ സിറൽ, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ സംയോജിതമായി നടത്തിയ ശ്രീ ജോൺസൺ ചെല്ലക്കുട, ടൈൽ വർക്ക്സ് ചെയ്ത് ഫ്ലോറിംഗ് മനോഹരമാക്കിയ ശ്രീ ജോബി പടമാട്ടുമ്മൽ, പെയിന്റിംഗ് വർക്കുകളിലൂടെ പള്ളി വർണ്ണാഭമാക്കിയ ശ്രീ ജോസഫ് ഇലഞ്ഞിക്കൽ, വുഡൻ വർക്സിലൂടെ ഇന്റീരിയർ ഡെക്കറേഷൻ ഭംഗിയാക്കി തീർത്ത ശ്രീ മനോജ്. ബഹുമതി സമർപ്പണം ഇവിടെ പൂർത്തിയാവുകയാണ്. പിതാവിന് ഒരു കർമ്മം കൂടി. ഇടവകയിൽ നിന്നും അവയവദാനം ചെയ്യുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള 123 ഇടവകാംഗങ്ങളുടെ
സമ്മതപത്രം കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ ജോണി പള്ളിപ്പാടൻ അഭിമന്യ പിതാവിന് സമർപ്പിക്കുന്നു. കൈമാറുന്നു. ഒരുമയിൽ നന്മയുണ്ട്, ഒരുമയിൽ പെരുമയുണ്ട്. നന്മയും പെരുമയുമാണ് ഇവിടെ ഇന്ന് ദർശിക്കുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ചലനവും ഉണ്ടാവും. അതാണ് ഈ ദേവാലയം, അതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇടവക്കാരുള്ള ഈ ചെറിയ ഇടവകയില് ഇത്രയും വലിയ കാര്യങ്ങള് ത്യാഗപൂർവ്വം പറയുമ്പോഴേക്കും ചിലർക്ക് വള്ളം ഊരി കൊടുത്തു പോട്ടെ, ഇടവകയ്ക്ക് വേണ്ടി വളം ഊരി കൊടുക്കുന്നു, ചെയ്യാൻ കൊടുക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങള് അറിയിക്കുന്നു. മത സൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ പ്രദേശം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഇവിടുത്തെ ഈ ഇടവകയിലെ 206 കുടുംബങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒന്നാണ് സ്നേഹഗിരി ഇടവക ദേവാലയം. അവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. കൊടിയച്ചന്റെ സിസ്റ്റർ മേരി അകത്ത് കയറാൻ വയ്യാതെ കാറിലിരിക്കുന്നുണ്ട്. കാണാനും കേൾക്കാനും കൊതി കൊണ്ട് വന്നേക്കുന്നതാണ്. ഞാൻ ഈ മൈക്ക് ഒരു നിമിഷം കാറിലേക്ക് എത്തിക്കുകയാണ്. ആ സിസ്റ്ററുടെ ഒരു ചെറിയ 2 വാക്ക് നമുക്ക് ശ്രമിക്കാം. വിശിഷ്ടാതിഥികളെ, ഇടവാങ്ങളെ, ഷാജി വെച്ച എല്ലാവർക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും. കൊടിയനച്ചൻ പണിത പള്ളി ഇത്രയും മനോഹരമായി പണിയാൻ സാധിച്ച ഷാജി വെച്ചിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു കഴിവ്, അത് യാഥാർത്ഥ്യ ബോധത്തോടെ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലെത്തിക്കുക, ഇതാണ് ഈ സ്നേഹഗിരി കൂട്ടായ്മ. ഈ ഇടവക സമൂഹം മുഴുവനും ഷാജുച്ചന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ അത്ഭുത പ്രതിഭാസം തന്നെ സൃഷ്ടിച്ചത്. ഈ ദേവാലയത്തിന് ചുറ്റും ഇടവക അതിർത്തിയിലുള്ള മറ്റു നാനാജാതി മതസ്ഥർക്കും ക്രിസ്തീയ മാതൃകയും സാക്ഷ്യവും നൽകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ആദ്യമായി നന്ദി പറയുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ പിതാവ് ഇതിന്റെ ആശീർവാദം നിർവഹിച്ച അഭിമന്യ പിതാവ് പോളി കണ്ണുക്കാടൻ പിതാവിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഒരു പൈസയും വാങ്ങാതെ നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ ഇടവക്കാരായ ഡേവിസാനെയും ഓട്ടോ ഡിസൈനർ ജോസാനി, അദ്ദേഹം ഇത് വരുന്നതിന് 300 ചില്ലാൻ പള്ളി ഓട്ടോ ഡിസൈൻ ചെയ്താണ്. 2 പേരെയും ഒരുമിച്ച് നമുക്ക് കൈയടിച്ച് എത്രയോ ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഒന്നും പേടാതെ മാറ്റി വെച്ച് 2 പേരെയും ഈ 2 സഹോദരന്മാരും കൈയടിച്ച് അത് നന്ദിയോട് നോക്കാം. ഒരിക്കൽ കൂടി നന്ദിയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.